ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഗൈസ് ഞാൻ എത്തിയുള്ള ഞാൻ ഇപ്പൊ നോൽമ്പൊക്കെ ആയതുകൊണ്ട് ഇപ്പൊ ഒരു ഈത്തപ്പഴം പോലെ ഉണ്ടാക്കാൻ വന്ന കേട്ടോ. അപ്പൊ നമ്മൾ അതിനായി എടുത്ത സാധനങ്ങൾ പറഞ്ഞാൽ നമ്മൾ ഈത്തപ്പഴം എടുത്തുകൊണ്ടു, പിന്നെ നമ്മൾ തേങ്ങ ഇട്ടാട്ട് ഉണ്ടാക്കുന്നുണ്ട്, തേങ്ങ എടുത്തുകൊണ്ടു, പിന്നെ നമ്മൾ മൈദ എടുത്തുകൊണ്ടോ. ഇതുണ്ടാ ബാക്കി പരിപാടി നോക്കുന്ന. അപ്പൊ ഗൈസ് നമുക്കിനി നമ്മൾ ഈത്തപ്പഴം കൂര കളഞ്ഞെടുക്കട്ടോ. ഇങ്ങനെ ഓരോന്നീച്ചിങ്ങനെ നമുക്ക് കൂര കളഞ്ഞെടുക്കാം. നമുക്കിപ്പോ കിട്ടിക്കൊണ്ട് നല്ല സോഫ്റ്റ് ഈത്തപ്പഴം ഇട്ടോ. നല്ല കുരു കളയാൻ നല്ല എളുപ്പമാണിത്. അത് നമ്മൾ കൈയായിട്ട് ഇങ്ങനെ നാക്കിയാൽ തന്നെ അതിന്റെ കുരു പോരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഗൈസ് നമ്മൾ ഈത്തപ്പഴം എല്ലാം കുരു കളഞ്ഞെടുത്തുകൊണ്ട് കേട്ടോ. അപ്പൊ ഗൈസ് നമ്മളെ ഈത്തപ്പഴം തേങ്ങ നമ്മളെ മിക്സിയിൽ ഒന്ന് ഇട്ടുകൊണ്ട് നമുക്കൊന്ന് കറക്കി എടുക്കട്ടോ. അപ്പൊ ഇത് പലരും പല കുളത്തിലാണ് ഉണ്ടാക്കട്ടോ. ഞങ്ങളിപ്പോ തേങ്ങ ഇട്ടാ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഗൈസ് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കട്ടോ. നമുക്ക് ഈത്തപ്പഴം ഇട്ട് കൊടുക്കട്ടോ. നമുക്കിതൊന്ന് കറക്കേണ്ടെടുക്കാം. അപ്പൊ ഗൈസ് നമ്മളിപ്പോ ഒന്ന് കറക്കി എടുത്തു പോകണം. അപ്പൊ നമ്മൾ ഈ രൂപത്തിലായിട്ട് നമ്മളിത് കറക്കി എടുക്കണ്ടി. നമുക്ക് ഈ പാത്രത്തിൽ ഇട്ട് കൊടുക്കട്ടത്. അപ്പൊ ഗൈസ് ഇതിനെ നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ ഈ തേങ്ങ ഈത്തപ്പഴം നമ്മൾ മിക്സി ഇട്ടൊന്ന് കറക്കി എടുക്കുന്നുണ്ട്. എന്തിനാ വെച്ചാൽ അപ്പോൾ നമ്മൾ ഈ തേങ്ങ ഈത്തപ്പഴം നല്ലോണം മിക്സ് ആവാനാട്ടോ. അപ്പോൾ എന്നാലും നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നല്ലോണം അറിയുള്ളൂ. അപ്പോൾ ഗൈസ് നമ്മൾ ഈത്തപ്പഴം എല്ലാം നമ്മൾ ഉരുളാക്കി എടുത്തുകൊണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് നമുക്ക് അതിന് മാവ് തയ്യാറാക്കട്ടോ. അപ്പോൾ നമ്മൾ അതിന് ഫസ്റ്റ് മൈദ എടുത്തുകൊണ്ടു. നമുക്ക് തുള്ളി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കട്ടോ. അപ്പം നമുക്ക് ലേശം ഉപ്പ് ഇട്ട് കൊടുക്കട്ടോ. അപ്പം നമുക്ക് അല്പം അപ്പക്കാരം ഇട്ട് കൊടുക്കട്ടോ. ആവശ്യത്തിന് വെള്ളം മാറുന്ന മിക്സ് ചെയ്തെടുക്കട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ ഈ അളവിലായിട്ട് നമ്മളെ മാവ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ നമ്മളെ പയമ്പരിക്കൊക്കെ എടുക്കേണ്ട അളവിൽ ഇതാക്കിയാൽ മതി. നമുക്കിനി ഇതൊന്ന് പൊരിച്ചെടുക്കട്ടോ. ഞങ്ങൾ പൊരിച്ചാൻ വേണ്ടി എണ്ണ ചൂടാകാൻ വെച്ചിക്കണം കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മളെ എണ്ണ ചൂടായി വന്നിക്കണു. നമുക്കിത് മാവിൽ മുക്കിക്കാണ്ട് നമുക്ക് ഈ എണ്ണയ്ക്ക് ഇട്ട് കൊടുക്കട്ടോ. നമുക്ക് എല്ലാം ഇതേമാതിരി പൊരിച്ചെടുക്കട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ ഈത്തപ്പഴപ്പൊരി ഇവിടെ റെഡി ആയിക്കൊണ്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കണം. അപ്പോൾ നമുക്ക് നോൽമ്പായിട്ട് നമുക്കിപ്പോൾ ടേസ്റ്റ് ഒക്കെ കഴിയൂല. അപ്പോൾ എല്ലാം ഉണ്ടാക്കിയൊരു തേങ്ങ ഇട്ടെല്ലാം ഉണ്ടാക്കിക്കൊണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട